നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നീ എന്താ ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് മനസ്സിലായി. പാറു അവളുടെ കുടുംബത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവൾ അനുഭവിക്കുന്നതിൻ്റെ 10-1 പോലും അവൾ തുറന്നു പറഞ്ഞിട്ടില്ലെന്ന് ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത്. ആ വിഷമത്തിലല്ലേ നീ പറഞ്ഞത് ശരിയാ. പാറുവിനെ കുറിച്ച് തന്നെയാ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത്. പാറുവിനെ കുറിച്ച് മാത്രമല്ല, അവളുടെ വീട്ടുകാരെ കുറിച്ചും. ഇത്ര അധികം പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടും അവര് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. കൈലാഷ് എന്താ ഇവിടെ വന്നിരിക്കുന്നത്? ഞാൻ പാർവതിയെയും അവളുടെ വീട്ടുകാരെയും കുറിച്ച് ആലോചിക്കായിരുന്നു. ദാരിദ്ര്യം, ദുഃഖം, പട്ടിണി, അതൊക്കെ കഥകളിൽ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ കരുതിയിരുന്ന. പാർവതി അവളുടെ കുടുംബവും ഇനി അനുഭവിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ? നമ്മളൊക്കെ എത്ര ലക്കിയാണ് അല്ലേ മുക്ത? നമ്മൾ അവരുടെ സൈഡ് മാത്രമല്ലേ കേട്ടുള്ളൂ. അവരെ ശത്രുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നവർക്കും പറയാനുണ്ടാവില്ലേ? അതുകൂടി കേട്ടാലേ പാർവതിയുടെയും അവളുടെ വീട്ടുകാരുടെയും തനി നിറം മനസ്സിലാവൂ. അവളും അവളുടെ വീട്ടുകാരും പറഞ്ഞത് മുഴുവൻ കള്ളമാണെന്നാണോ നീ പറഞ്ഞു വരുന്നത്? നോ, ഏത് കാര്യത്തിനും ഒരു മറുവശം കൂടി ഉണ്ടാവുമെന്ന് നിന്നെ ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നീ പറഞ്ഞ ശരിയാ. രുദ്രപ്രതാപൻ എന്തുകൊണ്ട് അവരോട് അങ്ങനെ പെരുമാറുന്നു? അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ കാരണം? പാറുവിനെ അവന് സ്വന്തമാക്കണം. അവന്റെ പണത്തിലും പവറിലും ഒന്നും അവള് വീഴില്ല എന്ന് മനസ്സിലായപ്പോ ആ കുടുംബത്തെ കഷ്ടപ്പെടുത്തണം. നിവൃത്തികേടുകൊണ്ട് അവള് സമ്മതം മൂളിയാലോ? അതാ അവന്റെ മനസ്സിലിരും. ആ രുദ്രപ്രതാപന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? കൈലാഷ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾക്ക് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്നു. അയാളത് അവളോട് തുറന്നു പറയുന്നു. അവൾക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ നോ പറയാം. പക്ഷേ നോ പറയുന്നതിന് മുൻപ് അവനവനെ കുറിച്ച് കൂടി ഒന്ന് ആലോചിക്കണം. കാശുകാരൻ, പഞ്ചായത്ത് പ്രസിഡന്റ്, നാട്ടുകാര് മുഴുവൻ അയാളുടെ ഉള്ളം കയ്യില്. രുദ്രപ്രതാപനെ പോലെ ഒരാളെ കിട്ടണമെങ്കിൽ അവൾ 7 ജന്മം തപസ് ചെയ്യണം. എന്നിട്ടും അവള് നോ പറഞ്ഞു. അവളുടെ അഹങ്കാരമല്ലേ അത്? പെട്ടെന്ന് കേൾക്കുന്നവർക്ക് അത് അവളുടെ അഹങ്കാരമായിട്ട് തോന്നും. പക്ഷെ എടാ, നമുക്ക് അയാളെ കുറിച്ച് കേട്ടറിവല്ലേ ഉള്ളൂ. ഇവിടെ ജനിച്ചു വളർന്ന അവൾക്ക് അയാളെ നന്നായിട്ട് അറിയാം. പണവും പവറും മാത്രം നോക്കി ഒരു പെൺകുട്ടി ഒരാളെ സ്നേഹിക്കില്ല. അയാൾക്ക് നല്ലൊരു മനസ്സുകൂടി ഉണ്ടാവണം. രുദ്രപ്രതാപിന് നല്ലൊരു മനസ്സില്ലെന്ന് അയാളുടെ സംസാരത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും നിനക്ക് മനസ്സിലായില്ലേ? അവളെ എങ്ങനെയെങ്കിലും വരുതിയിൽ കൊണ്ടുവരാനുള്ള തീരുമാനത്തിൽ തന്നെയാണ് അയാൾ. അയാളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ. ഈ അവസ്ഥ തുടർന്ന അവൾക്ക് ചിലപ്പോ തോറ്റു കൊടുക്കേണ്ടി വരും. എടാ, നീ പേടിക്കണ്ട. നീ ഒന്ന് മനസ്സ് വെച്ച ഈ കുരുക്കിന്ന് അവളെ രക്ഷിക്കാൻ നിനക്ക് നിഷ്പ്രയാസം കഴിയും. എങ്ങനെ? ഈ കുരുക്കിൽ നിന്ന് പാർവതിയെ രക്ഷിക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. എന്ത് വഴി? പാർവതിയുടെ കുടുംബത്തിന്റെ ഇല്ലായ്മയെ ചൂഷണം ചെയ്യാനല്ലേ രുദ്രപ്രതാപൻ ശ്രമിക്കുന്ന. പാർവതിയെ ഞാൻ കല്യാണം കഴിച്ച് ആ കുടുംബത്തിന്റെ കടങ്ങൾ മുഴുവൻ വീട്ടിയാൽ രുദ്രപ്രതാപന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഈ നിമിഷം വേണമെങ്കിൽ ആ കുടുംബത്തിലെ കടങ്ങൾ മുഴുവൻ വീട്ടാൻ എനിക്ക് കഴിയും. കടങ്ങളും ലക്ഷ്മിയുടെ കല്യാണം നടക്കാത്തവ ആ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. ആവശ്യപ്പെടുന്ന ഡൗറിയും ഓർണമെന്റ്സും കൊടുത്ത് ലക്ഷ്മിയുടെ കല്യാണം നടത്താൻ എനിക്ക് കഴിയും. ഇടാ, ഗന്ധർവൻ നീയാണെന്ന് പാറുവിനോട് തുറന്നു പറയുകയാണ് ആദ്യം വേണ്ടത്. എന്നിട്ട് അവളുടെ വീട്ടുകാരോട് സംസാരിച്ച് കല്യാണത്തിലേക്ക് കടക്കണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ രുദ്രപ്രതാപന് പിന്നെ ഒരു തേങ്ങയും ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷേ എടാ, ഇത്രയും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന അവളോട് എങ്ങനെയാ കാര്യങ്ങളൊക്കെ തുറന്നു പറയുക? പ്രശ്നങ്ങളുടെ നടുവിൽ കടന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ എത്തും പിടിയില്ലാ നിൽക്കുകയല്ലേ അവള്. ഈ സമയത്ത് വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളുണ്ടെന്നറിയുമ്പോൾ അവൾക്ക് എന്തുമാത്രം സന്തോഷമാവും. അവളോട് എല്ലാം തുറന്നു പറയാൻ ഇത് തന്നെയാ പറ്റിയ സമയം. മുക്ത, പാർവതി എനിക്ക് കല്യാണം കഴിച്ചറിഞ്ഞെന്ന് അങ്കിളിനോട് പറയാൻ പോവാ ഞാൻ. കുടുംബത്തിലെ കടങ്ങൾ മുഴുവൻ ഞാൻ തീർക്കാമെന്ന് പറഞ്ഞ ആ നിമിഷം അങ്കിള് സമ്മതിക്കും.